നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്ന് ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു വിശേഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. കുംഭമാസത്തിലെ പൂരം നക്ഷത്രവും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് പൊങ്കാല ആഘോഷിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം പ്രധാനമായും തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭർത്താവായ കോവലനെ അന്യായമായി വധിച്ച പാണ്ഡ്യരാജാവിനോട് പ്രതികാരം ചെയ്ത് മധുരാ നഗരം ദഹിപ്പിച്ച ശേഷം കണ്ണകി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രക്കിടെ ആറ്റുകാലിൽ എത്തിയെന്നാണ് വിശ്വാസം. കിള്ളിയാറ്റിൽ നീരാടാനിറങ്ങിയ ഒരു മുതിർന്ന വ്യക്തിക്ക് മുന്നിൽ ബാലികയുടെ രൂപത്തിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും തന്നെ അക്കരെ എത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ബാലികയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെങ്കിലും ദേവി പെട്ടെന്ന് അപ്രത്യക്ഷയായി. അന്ന് രാത്രി വയോധികന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവി തനിക്ക് താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം അടയാളപ്പെടുത്തി നൽകുകയും അവിടെ ക്ഷേത്രം പണിയാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. മധുര ദഹിപ്പിച്ച് തളർന്നെത്തിയ ദേവിയെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത്. പ്രധാന ചടങ്ങുകൾ ഇവയൊക്കെയാണ്. കാപ്പുകെട്ട്. ഉത്സവത്തിന് 9 ദിവസം മുമ്പ് കാർത്തിക നക്ഷത്രത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയെ ആവാഹിക്കുന്ന ചടങ്ങാണ് ഇത്. തോറ്റംപാട്ട്. കണ്ണകി ചരിതമാണ് തോറ്റംപാട്ടായി പാടുന്നത്. പാണ്ഡ്യരാജാവിന്റെ വധം പാടിത്തീരുന്നതോടുകൂടിയാണ് പൊങ്കാല അടുപ്പുകളിൽ തീ പകരുന്നത്. അടുപ്പുവെട്ട്. ക്ഷേത്രമുറ്റത്തെ പണ്ടാര അടുപ്പിൽ മേൽശാന്തി തീ പകരുന്നതോടുകൂടി നഗരത്തിലുടനീളം നിരത്തിയിട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് അഗ്നി പകരുന്നു. പൊങ്കാല നിവേദ്യം. ഉച്ചയ്ക്ക് നിശ്ചിത സമയത്ത് ക്ഷേത്രത്തിലെ പൂജാരിമാർ നഗരത്തിലുടനീളം സഞ്ചരിച്ച് തീർത്ഥം തളിച്ച് പൊങ്കാല നിവേദിക്കുന്നു. പുലർച്ചെയുള്ള പുറത്തെഴുന്നള്ളത്ത് എന്നിവയും പ്രധാനമാണ്. ആറ്റുകാലമ്മ സത്യത്തിൽ കണ്ണകിയുടെ അവതാരമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മധുരാ നഗരം ദഹിപ്പിച്ച ശേഷം കഠിനമായ ദേഷ്യത്തോടുകൂടിയും തളർച്ചയോടുകൂടിയുമാണ് കണ്ണകി കേരളത്തിലേക്ക് കടന്നത്. ആറ്റുകാലിലെ ഒരു തറവാട്ടിലെ കാരണവർ കിളിയാറ്റിൽ കുളിക്കുമ്പോൾ ഒരു കൊച്ചു ബാലിക അക്കരെ എത്തിക്കാൻ സഹായം ചോദിക്കുകയും അദ്ദേഹം ബാലികയെ അക്കരെ എത്തിച്ച് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ആഹാരം നൽകാൻ നോക്കിയപ്പോൾ ബാലികയെ അവിടെ കണ്ടില്ല. അന്ന് രാത്രി കാരണവർക്ക് ദേവി സ്വപ്നത്തിൽ ദർശനം നൽകി. പിറ്റേന്ന് രാവിലെ പറമ്പിൽ പോയി നോക്കുമ്പോൾ 3 വരകൾ കാണുന്നിടത്ത് താൻ വസിക്കുമെന്ന് ദേവി അറിയിച്ചു. അദ്ദേഹം പോയി നോക്കിയപ്പോൾ കണ്ട അടയാളമാണ് ഇന്നത്തെ ക്ഷേത്രമായി മാറിയത്. യുദ്ധത്തിന് ശേഷം തളർന്നെത്തിയ ദേവിയെ ആശ്വസിപ്പിക്കാൻ സ്ത്രീകൾ ഒത്തുചേർന്ന് പൊങ്കാല, അരികും ശർക്കരയും ചേർത്ത നിവേദ്യം നൽകി എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് ഈ ഉത്സവം സ്ത്രീകൾക്ക് മാത്രമായി മാറിയത്. പൊങ്കാല നിവേദ്യത്തിന് ശേഷം രാത്രിയിൽ ദേവിയെ മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. പിറ്റേന്ന് രാവിലെ തിരികെ ക്ഷേത്രത്തിലെത്തി കുരുതി തർപ്പണം നടത്തുന്നതോടുകൂടി ഉത്സവം സമാപിക്കുന്നു. പൊങ്കാല ഇടുന്നവർ 7 ദിവസമോ അല്ലെങ്കിൽ കുറഞ്ഞത് 3 ദിവസമോ വ്രതം എടുക്കാറുണ്ട്. സസ്യാഹാരം മാത്രം കഴിച്ച് മനഃശുദ്ധിയോടുകൂടി ദേവീ നാമം ജപിക്കുക എന്നിവയാണ് പ്രധാനം. പൊങ്കാല നിവേദ്യം മണ്ടപ്പുറ്റ്, തെരളി, പായസം എന്നിവയാണ്. നന്ദി, നമസ്കാരം.